എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും അവിടെല്ലാം പൂത്ത മരങ്ങൾ മാത്രം എന്ന ചങ്ങമ്പുഴയുടെ വരികൾ വളരെ വിഷമത്തോടെ കൂടി മാത്രമേ ഇപ്പോൾ സ്മരിക്കാൻ പറ്റുള്ളൂ. കാരണം എവിടെ തിരിഞ്ഞൊന്നു നോക്കിയാലും ഇപ്പോൾ കാണുന്നത് കൂറ്റൻ സൗധങ്ങളും മാലിന്യ കൂമ്പാരങ്ങളും മാത്രമേ ഉള്ളൂ. ഈ അവസ്ഥ മാറണം. കുട്ടികളായ നമ്മൾ ഇതിന് മുൻകൈയെടുത്ത് പുതിയ തലമുറയെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങിയേ മതിയാവും. ഗാന്ധിജി പറഞ്ഞിട്ടുണ്ട്, എന്താണ്? നമുക്ക് അത്യാവശ്യത്തിനുള്ളതെല്ലാം ഈ പ്രകൃതിയിലുണ്ട്, പക്ഷേ മനുഷ്യന്റെ അത്യാഗ്രഹത്തിനുള്ളത് ഒന്നും തന്നെ ഈ പ്രകൃതിയിലില്ല. നമ്മുടെ ഇഞ്ചക്കാട് ബാലചന്ദ്രന്റെ കവിത ഇവിടെ എത്രമാത്രം അന്വർത്ഥമാണ്. എന്താണ് അദ്ദേഹം എഴുതിയ വരികൾ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ? സാധ്യമാവണം. ഇനി വരുന്ന തലമുറയ്ക്കും ഈ ഭൂമിയിൽ വസിക്കാൻ അവകാശം ഉണ്ടായിരിക്കണം, അല്ലേ? അതിന് നമ്മൾ നമ്മുടെ ഭൂമിയെ, പ്രകൃതിയെ സംരക്ഷിച്ചേ മതിയാവൂ. ഭൂമി നമ്മുടെ അമ്മയാണ്, പ്രകൃതി മാതാവാണ്. ഒരു മാതാവിനെ തൻ്റെ കുട്ടികൾ എങ്ങനെയാണോ സംരക്ഷിക്കേണ്ടത്, അതുപോലെ നാം നമ്മുടെ പ്രകൃതിയെ സംരക്ഷിച്ചേ മതിയാവൂ. മരം നശിപ്പിക്കാതിരിക്കുക. നിങ്ങളുടെ കുഞ്ഞു കൈകൾ കൊണ്ട് ഓരോ മരമെങ്കിലും നട്ടു വളർത്തുക. അങ്ങനെ വനങ്ങൾ ഉണ്ടാകുക, അല്ലെ? വലിയ വനാന്തരങ്ങൾ സൃഷ്ടിക്കുക. ആഗോള താപനവും വരൾച്ചയും എല്ലാം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്നു, നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞതാണ്. അതിനാൽ ഓരോരുത്തരും ഈ ഭൂമിയിലെ അവകാശികളാണ്. ഈ ഭൂമിയിലെ സർവ്വചരാചരങ്ങൾക്കും ജീവിക്കാനുള്ള ഈ ഭൂമി നല്ല ആവാസ വ്യവസ്ഥ യോഗ്യമാക്കി തീർക്കാൻ നാം ഓരോരുത്തരും മുൻകൈയെടുത്ത് പ്രവർത്തിക്കേണ്ടതാണ്. നമുക്കും ജീവിക്കാം, നമ്മുടെ ഭൂമിയെ നോവിക്കാതെ പ്രകൃതിയെ സംരക്ഷിക്കുക. ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം.